വിശേഷ വാർത്തകളും വാർത്തകളിലെ വിശേഷങ്ങളുമായി സൺഡേ മാഗസിനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സംഘർഷങ്ങളുടെയും രാഷ്ട്രീയ സംഘട്ടനങ്ങളുടെയും വാർത്തകൾക്കിടയിൽ നാദാപുരം മേഖലയിൽ നിന്ന് ഒരു സുവാർത്ത. വാണിമേലിലെ ഒരുപറ്റം യുവാക്കൾ മുൻകൈയെടുത്ത് സംഘടിപ്പിച്ച സൗഹൃദ കൂട്ടായ്മയാണ് നാടിന് മാതൃകയായത്. വാണിമേൽ മെൽബൺ ചാലഞ്ചേഴ്സ് ക്ലബ്ബുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ശാന്തം 2010 എന്ന പരിപാടി സംഘടിപ്പിച്ചത്. വയൽപീടികയിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ഉദ്ഘാടനം ചെയ്തു. വാണിമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK മൂസ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. നാദാപുരം സർക്കിൾ ഇൻസ്പെക്ടർ ഉദയഭാനു മുഖ്യ പ്രഭാഷണം നടത്തി. രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. സദസ്സും വേദിയും പങ്കിട്ട ആഗ്രഹം ഒന്നുമാത്രമായിരുന്നു. ഈ സൗഹൃദ കൂട്ടായ്മ മേഖലയിലെ മുഴുവൻ ജനങ്ങളും സ്വന്തം ഹൃദയവികാരമായി ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ രാഷ്ട്രീയ നേതാക്കളും എല്ലാം തന്നെ ആവശ്യമാണ് എന്നുള്ളത്. ആവശ്യം മാത്രമല്ല, അത്യാവശ്യമാണ്. ഇതുപോലെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുവാൻ ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള യുവാക്കൾ ശരിക്കും നമ്മുടെ സാഹചര്യത്തിനും കാലത്തിനും അനുസരിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഏറ്റവും വലിയ ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും എല്ലാം തന്നെ സ്മരണ ഓതിക്കൊണ്ട് ഒരു വലിയ പെരുന്നാൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു പോയിട്ടുണ്ട്. നമുക്കാദ്യം വിശ്വാസമാണ് വേണ്ടത്. മനുഷ്യനൊരു വിശ്വാസം വേണം. ആ വിശ്വാസമാണ് നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ നാടുകളിലൊന്നും മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഒരിക്കലും നമ്മുടെ സഹോദരിമാർക്ക് ഭർത്താക്കന്മാരെ നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് വരില്ല. ഒരിക്കലും അച്ഛന് മക്കളെ നഷ്ടപ്പെടുന്ന, അമ്മയ്ക്ക് മക്കളെ നഷ്ടപ്പെടുന്ന, ഉമ്മമാർക്ക് മക്കളെ നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എത്തുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് വിധവകൾ ഉണ്ടാകുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ കേരളത്തെ കൊണ്ടുചെന്നെത്തിക്കുവാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. പരസ്പരം വിശ്വാസവും സ്നേഹവും നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കുറെ യുവാക്കൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ചിന്തിക്കുന്ന മനസ്സുണ്ടെങ്കിൽ, രാഷ്ട്രീയം നമുക്ക് വേണം വേണ്ട എന്നുള്ളതല്ല, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നമ്മൾ സ്നേഹം നമ്മൾ കൈവിടാതെ നോക്കേണ്ടതുണ്ട്. പല ഭാഗങ്ങളിലും നമ്മുടെ ആ ത്യാഗ മനസ്സ് നമുക്ക് ഒരു ചെറിയ നേതൃത്വം, ഒരു ധൈര്യം, ഒരു തന്റേടം, ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ മനസ്സ് കൈവിട്ടു പോകില്ല എന്നുള്ളതാണ്. എന്ത് കണ്ടാലും കുറച്ചെങ്കിലും നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തുവാനുള്ള ഒരു ത്യാഗം, അതും ഒരു ത്യാഗമാണല്ലോ. ആ ത്യാഗം നമുക്ക് വേണം. വിശ്വസിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു സമൂഹത്തിനെ ഉണ്ടാക്കാം. ഒരു നല്ലൊരു മനുഷ്യനുണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു കുടുംബം ഉണ്ടാവൂ. നല്ലൊരു കുടുംബത്തിന് മാത്രമേ നല്ലൊരു സമൂഹത്തിനെ സൃഷ്ടിക്കാൻ പറ്റൂ. നല്ലൊരു സമൂഹം ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു രാജ്യത്തിനെ ഉണ്ടാക്കാൻ കഴിയും. ഇല്ലെങ്കിൽ രാജ്യമില്ല, സമൂഹമില്ല, മനുഷ്യനില്ല, കുടുംബമില്ല, മനുഷ്യനില്ല. അന്ധകാരത്തിലേക്കായി നമ്മൾ നയിക്കപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ വികസനം വേണ്ടേ? ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഇതും കൊണ്ട് തന്നെ എല്ലാ ദിവസവും നടന്ന വികസനം ഉണ്ടാവില്ല, പൊതുപ്രവർത്തനം ഉണ്ടാവില്ല, മാനുഷിക മൂല്യം ഉണ്ടാവും. ആത്യന്തികമായി മാനുഷിക മൂല്യം വേണ്ടേ? അന്തിമമായി നമ്മൾ ആ മൂല്യം ഉയർത്തിപ്പിടിക്കണ്ടേ? ഇത് എല്ലാ ദിവസവും കോടതി, സ്റ്റേഷൻ, അതിന് പുറമെ സമാധാന കമ്മിറ്റി, ഇതന്നെ വേണം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പാനക്കാർ നേരത്തെ തന്നെ അത് മനസ്സിലാക്കി നീങ്ങിയിട്ടുണ്ട്. മറ്റുള്ള പഞ്ചായത്തുകളും ഇവിടെ ഉണ്ട്, ഞാൻ എന്റെ പഞ്ചായത്ത് ഉൾപ്പെടെ. ഇതെല്ലാം ഒഴിവാക്കി നമ്മൾ ഈ കേസും കുലുമാലും ഈ സമാധാന കമ്മിറ്റിയും അടിയും പിടിയും ഇതെല്ലാം നിർത്തി സമാധാനപരമായ പൂർണ്ണ സമാധാനം. നമ്മളെ പഞ്ചായത്ത് ആദ്യ അജണ്ടയായി ഈ ഭരണസമിതി കൊണ്ടുവരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സമാധാനം എന്നുള്ളത് തന്നെയാണ്. ശാശ്വത സമാധാനത്തിലൂടെ സമഗ്ര വികസനം, അതാ ഞങ്ങളെ മുദ്രാവാക്യം. അങ്ങനെ നമ്മുടെ ഈ മേഖലയിലാകെ ഒരു മാറ്റമുണ്ടാക്കി ഈ സ്റ്റാർ വിഷന്റെ ഉദ്ദേശം, അവരുടെ ലക്ഷ്യം, അവരുടെ ആഗ്രഹം, അവരിവിടെ പ്രചരിപ്പിക്കുന്ന അവരുടെ ഈ അഭിലാഷം, അത് പൂവണിയാൻ, അതല്ലെങ്കിൽ അത് പൂവണിയിക്കാൻ നമുക്ക് കഴിയണം. മാറേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കാലത്തിന്റെ ഗതിയില്ലാതെ പോക്കാണ് ഇത്തരം സംഭവങ്ങൾക്ക് ഇവിടെ വഴിമരുന്നിടുന്നത്. നേരത്തെയാണെങ്കിൽ ചെറുപ്പക്കാരെല്ലാം തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാടിന്റെ
തനതായ ഒരു കാഴ്ചപ്പാടിലൂടെ മുന്നേറിയിരുന്നു. കാർഷിക മേഖലയിൽ നിന്ന് നമ്മുടെ പിറകോട്ട് പോക്ക്, അതുപോലെ തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പുതിയ പുതിയ മേഖലകൾ എത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ഈ കാലഘട്ടത്തിന്റെ മറ്റ് സംവിധാനങ്ങളിലൂടെയുള്ള ഈ പുതിയ പാശ്ചാത്യവൽക്കരണത്തിന്റെ ഒരു ഭാഗമായി മാറിക്കൊണ്ട് ചെത്ത് സ്റ്റൈലിലേക്ക് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ബന്ധുവിനെ നഷ്ടപ്പെടുന്നു. നമുക്ക് മുന്നിൽ ആരെയും കാണാത്ത രൂപത്തിലേക്കുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ മുന്നേറുമ്പോഴാണ്, അല്ലെങ്കിൽ പോകുമ്പോഴാണ്, മുന്നേറുക എന്നതിന് പറഞ്ഞുകൂടാ, ഒരു ഒഴുക്കിലാണ് ഇത്തരം സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നത്. സൗഹൃദ കൂട്ടായ്മയുടെ ഭാഗമായി നടന്ന കലാപരിപാടികളും നാടിന് മാതൃകയായി. ഒന്നിച്ചിരുന്ന് സന്തോഷം പങ്കിടാനും ഉള്ളു തുറന്ന് ഒന്ന് ചിരിക്കാനും അത് നാട്ടുകാർക്ക് അവസരം നൽകി. അല്പനേരത്തേക്കെങ്കിലും അവരുടെ മാനസിക പിരിമുറുക്കത്തിന് അയവ് വന്നു. അമ്പാടി നാണുവും സംഘവും അവതരിപ്പിച്ച ഹാസ്യകലാ പരിപാടികളും പട്ടുറുമാൽ ഫെയിം മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിൽ നടന്ന ഗാനമേളയുമാണ് നാട്ടുകാർക്ക് ആഹ്ലാദത്തിന്റെ നിമിഷങ്ങൾ പകർന്നത്. പോലീസ് അധികാരികളും പരിപാടിയുടെ ഉദ്ദേശശുദ്ധി ഉൾക്കൊണ്ട് പൂർണ്ണമായും സഹകരിക്കുകയായിരുന്നു. ഇനി നാമാണ് തീരുമാനിക്കേണ്ടത്, ചിരിക്കണമോ അതോ കരയണമോ? നമുക്കു നാമേ പണിവതു നാഗം നരകവും അതുപോലെ എന്നാണല്ലോ കവിവാക്യം. എന്റെ പേര് ഗോവിന്ദൻ. എനിക്കവിടെ വർക്ക്ഷോപ്പ് മറ്റേ പല പരിപാടിയാണ്. അല്ല, ഇതാ കണ്ടത് നന്നായി. ഞാൻ പല സാധനത്തിനും വില ചോദിച്ചു. സിഗരറ്റിന് ഒന്നുമില്ല ഇവിടെ. ഞാൻ ദിനേശ് പിടിവാണ്. 100 രൂപയും കൊടുത്തു. നാട്ടിനൊരു അന്തസ്സല്ലേ, കാലാണ് പൈസ മുഖം നോക്കുന്നതാണ് ഒരു മാന്യം തൊട്ടില്ലേ കുറെ കൂട്ടിക്ക് ഇവൻ അങ്ങനെ പറയുകയാണെങ്കിൽ 1000-500 നോട്ട് ഞാൻ തരാം. അല്ല, ഞാൻ ബാക്കിയൊന്നും വേണ്ട. എന്തെന്നാണ്ടായത്? അല്ല, 100 രൂപ കൊടുത്തു ഞാൻ. ഞാനിവിടെ ഇല്ലേ? അല്ല, അതല്ല, അതാണ് ചേച്ചി. എപ്പോഴെങ്കിലും വയനാട്ടിലോട്ട് വരുമ്പോ കൽപ്പറ്റ ഗോവിന്ദൻ ചോദിച്ചാൽ ഗോവിന്ദൻ കള്ളനാ തോന്നിയതും പറയാം. പൈസ രണ്ട് പറയല്ലേ, ഛർദിന് മണ്ണെന്തോ പറ്റിക്കണ്ടേ, ചൂട് പോലെ നിങ്ങൾക്കൊരു സൂത്തിന് കണ്ടുപിടിച്ചിട്ട് തന്നോ? ഞാൻ അങ്ങോട്ട് വരാം. നാട്ടാ പൈസ അയാൾ പറയും ഈ ഫോണും ഈ ബാഗും അയാൾ കൽപ്പന വരും. നൂറും പോയി വേഗം പോയി ഫോണും പോയി. നിങ്ങൾ തരും എനിക്ക് തൃപ്തിയായില്ലേ? നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ പറയേണ്ടത്. വിശ്രമവേളകൾ പലർക്കും സമയം കൊല്ലിയാണ്. എന്നാൽ ചുരുക്കം പേരാകട്ടെ അത് ഫലപ്രദമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. വാണിമേൽ വില്ലേജ് ഓഫീസിന് സമീപം മാംബ്രോൽ ഇക്ബാൽ എന്ന യുവാവ് തന്റെ ഒഴിവു സമയം ചെലവഴിക്കുന്നത് പക്ഷി വളർത്തലിന് വേണ്ടിയാണ്. പ്രാവ്, കോഴി, ലവ് ബേർഡ്സ് എന്നിവയ്ക്ക് പുറമെ അരയന്ന വിഭാഗത്തിലെ അപൂർവ ഇനമായ ഫ്ലൈയിങ് ഡക്സും ഇക്ബാലിന്റെ വീട്ടിൽ വളരുന്നു. ഇക്ബാലിന്റെ വീട്ടിന്റെ പേര് തന്നെ പക്ഷിക്കൂട് അഥവാ നെസ്റ്റ് എന്നാണ്. വിനോദത്തിന് പുറമെ നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് ഈ കുടുംബത്തിന് പക്ഷി വളർത്തൽ. ഇതിനകം 1500ഓളം രൂപയുടെ മുട്ടകൾ വിൽപ്പന നടത്തിയതായി ഇക്ബാലിന്റെ ഭാര്യ പറഞ്ഞു. മുട്ടകൾ വാങ്ങിക്കാനും പക്ഷികളെ കാണാനുമായി ധാരാളം പേർ ദിവസവും പക്ഷിക്കൂട്ടിലെത്തുന്നു.
സ്ഥലങ്ങളിലായിട്ട് ഇതിനെല്ലാം വില കൊടുത്ത് വാങ്ങിച്ചതാണ്. അതൊന്നും ഇതിനെക്കൊണ്ടൊരു ലാഭമൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാല് പിന്നെ ഒരു ടൈം പാസ്. പക്ഷെ ഇപ്പൊ ഒരു വിനോദം എന്നുള്ളതല്ല. അപ്പൊ പിന്നെ നമുക്ക് ജോലി കഴിഞ്ഞ് കിട്ടുന്ന ബാക്കി സമയത്തെല്ലാം നമ്മളിങ്ങനെ പിന്നെ അപ്പോൾ മുട്ടയെല്ലാം ഇപ്പം മുട്ട കൂടുതൽ കിട്ടലോടി വരെ വിൽക്കുന്നുണ്ട്. പൈസയെല്ലാം കിട്ടും. വേർക്കടവ് മുക്കിലെ കയമക്കണ്ടിത്താഴെ തോട്ടിന് കണ്ണുനീരിന്റെ ഉപ്പുരസം. ഇതുവഴിയുള്ള പാലത്തിലൂടെ കടന്നുപോകുന്ന പലരും തോട്ടിൽ വീഴുകയാണ്. ഈയിടെ ബൈക്ക് യാത്രികരായ ഒരു കുടുംബം തോട്ടിൽ വീണ് പരിക്ക് ഏറ്റിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു പിഞ്ചുബാലൻ തോട്ടിൽ വീണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇവിടെയുള്ള കോൺക്രീറ്റ് പാലം താറുമാറായി നാളുകൾ തന്നെ കഴിഞ്ഞു. കൈവരി പൂർണ്ണമായും തകർന്നുപോയിരിക്കുന്നു. പാലം നന്നാക്കാനും ഇതുവഴി അപ്രോച്ച് റോഡ് നിർമ്മിക്കാനുമായി പല പ്രാവശ്യമായി നാട്ടുകാർ നിവേദനങ്ങൾ നൽകി. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. പുതിയ ഭരണസമിതിയിൽ പ്രതീക്ഷ അർപ്പിച്ച് കാത്തിരിക്കുകയാണ് നാട്ടുകാർ. ഇവിടെ ഈ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്യുന്ന ഒരു നാടാണ്. സ്കൂൾ കുട്ടികൾ പിന്നെ ഒരു ഏകദേശം ഒരു 50ഓളം വീടുകൾ ഇങ്ങനെ ഈ ഭാഗത്തുള്ള ആൾക്കാർ ഇങ്ങോട്ട് ഈ യാത്ര ചെയ്യുന്നുണ്ട്. കുട്ടികളാണെങ്കിലും ഒരുപാട് യാത്ര സ്കൂൾ വാണി സ്കൂൾ മറ്റേ ഭൂമിയാത്തുള്ള സ്കൂള് ഈ റോഡിൽ പോകുന്ന ആൾക്കാരെല്ലാം ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിലോ ഞങ്ങളെ ഒരു കമ്മിറ്റി ഇവിടെ വിളിച്ചു കൂട്ടി. പാലത്തിന്റെ കൈവരി ഉണ്ടായിരുന്നു ഇതിനു മുമ്പേ. കൈവരി മറിഞ്ഞു വീണ് മൊത്തം രണ്ടു ഭാഗത്തും ഭയങ്കര അപകടാവസ്ഥ നിലയിലായപ്പോൾ ഞങ്ങൾ അധികൃതരോട് പറഞ്ഞപ്പോൾ ഒരു കമ്മിറ്റി വിളിച്ച് കമ്മിറ്റി കൊറ്റാൽ അഷ്റഫ് പിന്നെ ഇവിടെയുള്ള പ്രമുഖ ആൾക്കാർ ലീഗിന്റെ നേതാക്കന്മാർ എല്ലാ നാട്ടിലെല്ലാവരും ഒത്തൊരുമിച്ചിട്ട് ഒരു കമ്മിറ്റി വിളിച്ചു കൂട്ടി. എന്റെ വീട്ടിൽ വെച്ചാണ് നടത്തിയത്. എന്നിട്ട് അവരൊരു തീരുമാനം എടുത്തെന്ന് വെച്ചാൽ ഈ ഇത്രയും വലിയൊരു പാലം വരാൻ വേണ്ടിയിട്ട് ഒരുപാട് കൂടുതൽ ഫണ്ട് ഇപ്പോൾ പഞ്ചായത്ത് ഫണ്ടൊന്നും ശരിയാവില്ല. അതുകൊണ്ട് MP ഫണ്ടെന്നോ MLA ഫണ്ടെന്നോ റെഡിയാക്കി എടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഒരു ഫണ്ട് ഇവിടെ ഒരു വരണ്ടെങ്കിൽ ഇവിടെയുള്ള റോഡ് ഈ ലിങ്ക് റോഡ് അപ്രോച്ച് റോഡ് കുറച്ച് വീതിയായിട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ വീതിയാക്കേണ്ട ഒരു അവസ്ഥയിലെത്തി. അപ്പോൾ അവർ പഞ്ചായത്ത് അധികൃതർ പറഞ്ഞ് നിങ്ങൾ നാട്ടുകാരെ സമ്മതം എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്താക്കി തരാം ഇവിടെ റോഡ് പിന്നെ തൊഴിലുറപ്പ് പദ്ധതിന്റെ അനുസരിച്ചിട്ട് അവരെ ഇതിൽ ഫ്രീ ആയിട്ട് എന്താക്കി തരാം പഞ്ചായത്ത് വകയിൽ കയറി തരാമെന്ന്. ഞങ്ങളൊരു കമ്മിറ്റി അതിന് രൂപീകരിച്ച് അതിന്റെ കമ്മിറ്റിയുടെ ചെയർമാനുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ച് എന്നിട്ട് എന്താക്കി ഇവിടെയുള്ള നാട്ടുകാർക്ക് ചോദിച്ചു. അപ്പം കുറെ പേര് വളരെ അവരുടെ ഒരു 100-ൽ 10% ആൾക്കാർ മാത്രമേ എന്താക്കിയുള്ളൂ സമ്മതിച്ചിട്ടുള്ളൂ. ഇപ്പൊ നാട്ടുകാർ സമ്മതിക്കുന്നില്ല. വളരെ ഞങ്ങള് എല്ലാ രീതിയിലും ഒരുപാട് ഇതില് മുൻകരുത്തിയിരുന്നു. വെച്ചാല് പെട്ടെന്നൊരു ഒരു അസുഖം വന്ന് അല്ലെങ്കിൽ പെട്ടെന്നൊരാൾ മരിച്ചാൽ ഞങ്ങൾക്ക് വാണിമേല് പിന്നെ പള്ളി കൊണ്ടുപോകണം. അവിടെ എത്തിയാൽ അതിന്റെ ഇല കൂടെ വെള്ളമായിരിക്കും കൊണ്ടുപോകാനാവില്ല, മയത്ത് കൊണ്ടുവരാനാവില്ല, ആൾക്കാർക്ക് വരാനാവില്ല. ആൾക്കാർ ഇങ്ങനെ ചോദിക്കും നിങ്ങളെ വഴി എന്ത് വഴിയായത്, പിന്നെ റോഡില്ലാത്ത വഴി, നിങ്ങൾ എത്ര ആൾ ഇവിടെ താമസിക്കും, നിങ്ങൾക്ക് പറയാറോ. ഇങ്ങനത്തെ ഒരു പ്രശ്നം ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ മുൻകൂട്ടിയെത്തി ഇങ്ങനെ വളരെ മുൻഗണന എത്തി ഇങ്ങനെ പറഞ്ഞിട്ട്. എപ്പോഴാ വീണ്? ഇന്നലെ ചോറും വെച്ചിട്ട് എവിടെ വീണ്? ഞാനൊരു കല്ലുണ്ട് ആടെ പിടിച്ച് കല്ല് താഴ്മലാണ് കൈ പിടിച്ച് ആടെ കൊണ്ട്. സൺഡേ മാഗസിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. സ്റ്റാർ വിഷൻ കമ്മ്യൂണിക്കേഷൻസ്, PO കോടിയുറ, വഴി കല്ലാച്ചി, 673515. ഞങ്ങളുടെ ഇമെയിൽ വിലാസം starvisiontv online@gmail.com.